പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇപ്പോൾ ഡിസംബറാണ്, നമുക്ക് ക്രിസ്മസിൻ്റെ സമയമൊക്കെ ആയത് കാരണം ഹോം ബേക്കേഴ്സിനൊക്കെ നല്ല തിരക്കായിരിക്കും. അപ്പോൾ ഒരു ബിസി ഡേ ആണ് കേട്ടോ ഇന്ന്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഉണ്ടായിരുന്നത് ഒരു വെഡ്ഡിങ് കേക്കായിരുന്നു. വെഡ്ഡിങ് കേക്കിൻ്റെ താഴെ ഡെമ്മി ആയിരുന്നു കേട്ടോ. അപ്പോൾ 8x5 ആയിരുന്നു ഡെമ്മിയുടെ സൈസ് വന്നിട്ടുണ്ടായിരുന്നത്. മേളിൽ ഞാൻ 6 ഇഞ്ചിൻ്റെ ടിന്നിലാണ് കേക്ക് ബേക്ക് ചെയ്തെടുത്തത്. പിന്നെ ഇതുപോലെ നമ്മുടെ കേക്കിന് മാച്ച് ആയിട്ടുള്ള കുറച്ച് പ്ലാസ്റ്റിക്കിൻ്റെ ഫ്ലവേഴ്സ് ഉണ്ടായിരുന്നു. എല്ലാ ബേക്കിംഗ് ഷോപ്പിലും തന്നെ ഇപ്പോൾ ഇതുപോലെയുള്ള ഫ്ലവേഴ്സ് അവൈലബിൾ ആണ് കേട്ടോ. ഫ്ലവേഴ്സ് മാത്രമല്ല, ലീവ്സും അതുപോലെ തന്നെ ഗോൾഡൻ കളറിലെ ഫ്ലവേഴ്സും ലീവ്സും എല്ലാം അവൈലബിൾ ആണ്. ഇപ്പോൾ ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള ഐറ്റംസ് നമുക്ക് കേക്കിൻ്റെ ഷോപ്പിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും. പിന്നെ ഡെമ്മിയിൽ നമ്മൾ ഇതുപോലെ ഫ്ലവേഴ്സ് കുത്തി വെക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, നമ്മൾ കേക്കിലേക്ക് കുത്തി വെക്കുന്ന ആ ഒരു പ്രഷറിൽ തന്നെ കുത്തരുത്, കുറച്ച് പതിയെ വേണം കുത്തി കൊടുക്കാനായിട്ട്. അതുപോലെ തന്നെ ബേസിൽ നമ്മളൊരു സപ്പോർട്ടും കൊടുത്തിട്ടുണ്ടാവണം. കേക്കിൽ കംപ്ലീറ്റ് നമ്മൾ ഫ്ലവേഴ്സൊക്കെ കുത്തി, പിന്നെ നമ്മൾ ഒരു ടോപ്പറും പിന്നെ താഴെ ലെറ്റേഴ്സും കൂടി എഴുതിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ കേക്കിൻ്റെ ഫൈനൽ ലുക്ക്. അപ്പോൾ നമുക്കൊരു 11:30 മണിയൊക്കെ ആകുമ്പോഴേക്കും ഹോളിൽ കേക്ക് എത്തിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മളപ്പോൾ കറക്റ്റ് ടൈമിങ്ങിൽ തന്നെ ലൊക്കേഷനിൽ എത്തി കേക്ക് ഒന്ന് ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. കുറച്ചൊരു ചൂടും വെയിലൊക്കെ ഉള്ളത് കാരണം ചെറിയൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. എന്നാലും കുഴപ്പമില്ല, അധികം ലേറ്റ് ആവാതെ തന്നെ അവരെത്തുമെന്ന് പറഞ്ഞത് കാരണം പിന്നെ അതേപോലെ ഓപ്പൺ ചെയ്ത് തന്നെയാണ് വെച്ചത് കേട്ടോ. അങ്ങനെ ഡെലിവറി ഒക്കെ കഴിഞ്ഞിട്ട് നമ്മൾ വീട്ടിൽ വന്നിട്ട് അടുത്ത ബാച്ച് കേക്കിന് വേണ്ടിയിട്ടുള്ള സ്പഞ്ച് റെഡിയാക്കിയാണ് കേട്ടോ. ഇടയ്ക്ക് നമുക്ക് 1 kg 2 kg ബാറ്ററൊക്കെ മാത്രമുള്ളപ്പോൾ ബീറ്റർ വെച്ചിട്ട് ചെയ്യാറുണ്ട്. കൂടുതലുള്ളപ്പോൾ ഇതുപോലെ ഇപ്പോൾ സ്റ്റാൻഡ് മിക്സർ തന്നെയാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഒരുപാട് പേര് ഇപ്പോഴും ചോദിക്കാറുണ്ട് സ്റ്റാൻഡ് മിക്സർ എങ്ങനെയുണ്ട്, നല്ലതാണോ? ഓരോരുത്തർക്കും വാങ്ങിക്കാനായിട്ടാണ് അവരങ്ങനെ ചോദിക്കുന്നത്. അപ്പോൾ ഈ ഒരു റേറ്റിന് 10K ആണ് ഞാൻ വാങ്ങിച്ചപ്പോൾ റേറ്റ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ ഒരു റേറ്റിന് നമുക്ക് ഈ ഒരു പ്രൊഡക്റ്റ് വെർത്താണ് കേട്ടോ. അപ്പോൾ ഒരു 4.5 കിലോ വരെയൊക്കെ നമുക്ക് ഒറ്റയടിക്ക് തന്നെ ഇതിനകത്ത് റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റും. 8 ലിറ്റർ കപ്പാസിറ്റി വരുന്ന ഒരു സ്റ്റാൻഡ് മിക്സറിൻ്റെ ബൗളാണിത്. അപ്പോൾ നമ്മൾ കേക്കിൻ്റെ എഗ്ഗൊക്കെ ബീറ്റ് ചെയ്ത് നന്നായിട്ട് വന്നതിന് ശേഷം നമ്മൾ ഫ്ലോറൊക്കെ അരിച്ചെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിങ്ങനെ കുറേശ്ശായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ ഫ്ലോർ മിക്സ് ചെയ്യാനും നമ്മുടെ ആ ഒരു എഗ്ഗൊക്കെ ബീറ്റ് ചെയ്യുന്ന ആ ഒരു ബ്ലേഡ് തന്നെയാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. എനിക്കിതുവരെ കുഴപ്പമൊന്നും വന്നിട്ടില്ല. കുറച്ച് പേര് ഇങ്ങനെ കമൻറ്റിൽ ചോദിച്ചായിരുന്നു ഫ്ലോർ മിക്സ് ചെയ്യുന്നത് എഗ്ഗ് ബീറ്റ് ചെയ്യുന്ന സെയിം ബ്ലേഡ് കൊണ്ട് തന്നെയാണോ എന്നുള്ളത്. അപ്പോൾ ഞാൻ അങ്ങനെ തന്നെയാണ് ചെയ്യാറുള്ളത്. അങ്ങനെ നമ്മൾ കംപ്ലീറ്റ് ബാറ്റർ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. 3.5 കിലോ ബാറ്ററാണ് നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മൾ ഫ്ലോർ ഇടുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരുപാട് ഓവർ സ്പീഡിലൊന്നും ഇട്ടിട്ട് ചെയ്യരുത്. ഒരു സെക്കൻഡിലോ അല്ലെങ്കിൽ തേർഡിൽ, അതാണ് മാക്സിമം. ഇതിൻ്റെ ഒരു സ്പീഡ് വരുന്നത് മാക്സിമം 6 ആണ്. അപ്പോൾ ഒരു സെക്കൻഡിലോ അല്ലെങ്കിൽ തേർഡിൽ ഇട്ടിട്ട് വേണം നമ്മൾ ഈ ഒരു ഫ്ലോർ ഇട്ടതിന് ശേഷം മിക്സ് ചെയ്യാനായിട്ട്. അപ്പോൾ നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. അപ്പോൾ സ്പാച്ചിൽ വെച്ച് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ ഗ്രീസ് ചെയ്ത് ടിന്നൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കിനി ഒന്ന് ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ കേക്ക് ബാറ്ററൊക്കെ കൂടുതലുള്ളത് കാരണം നമ്മൾ ഇത്രയും കേക്കും ഒരുമിച്ച് നമ്മളുടെ ഫിലിപ്സിൻ്റെ ഓവനിൽ വെക്കാനായിട്ട് പറ്റില്ല. അപ്പോൾ അത് കാരണം നമ്മുടെ വണ്ടർ ഷെഫിൻ്റെ 60 ലിറ്ററിൻ്റെ ഓവനിലാണ് ഈ പ്രാവശ്യം ബേക്ക് ചെയ്തെടുക്കുന്നത്. എല്ലാ ബാറ്ററും കൂടി ഒരുമിച്ച് തന്നെയാണ് ബേക്ക് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇങ്ങനെ 2 ലെയറിൽ വെച്ച് കഴിഞ്ഞാൽ കുഴപ്പമുണ്ടോ എന്നുള്ളത്. അങ്ങനെ കുഴപ്പമൊന്നുമില്ല. ഞാനിപ്പോൾ താഴെ ഏറ്റവും താഴത്തെ റാക്കിലും തൊട്ട് മുകളിലെ റാക്കിലുമായിട്ടാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ഏറ്റവും താഴെ ഇതുപോലത്തെ ബ്ലാക്ക് കളറുള്ള ട്രേയും പിന്നെ മേലിൽ വെക്കുമ്പോൾ ഇതുപോലത്തെ ഗ്രിൽ ട്രേയും വെക്കുന്നതാണ് എപ്പോഴും നല്ലത്. കാരണം ആ ഒരു ഗ്രിൽ ട്രേ വെക്കുമ്പോൾ മേളിലത്തെ ഹീറ്റും കൂടി താഴത്തെ കേക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ ബേക്കായി കിട്ടും. അപ്പോൾ ആ കാര്യം നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ ഒരു 35-40 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് എല്ലാ കേക്കുകളും ബേക്കായി റെഡിയായി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മളുടെ ആ ഒരു ടിന്നിൽ നിന്ന് കുറച്ചൊന്ന് ചൂട് മാറിയപ്പോഴേക്കും കേക്കൊക്കെ ഒന്ന് ഡിമോൾഡ് ചെയ്ത് പുറത്തേക്ക് വെക്കുന്നുണ്ട്. ചെറിയൊരു ചൂടുണ്ട്. അപ്പോൾ ഇത് കംപ്ലീറ്റ് നന്നായിട്ട് തണുത്തതിന് ശേഷമായിരിക്കും നമ്മൾ കട്ട് ചെയ്തിട്ട് കേക്ക് ക്രം കോട്ട് ചെയ്യുന്നത്. നമുക്കൊരു 2 ടയർ വരുന്ന വാഞ്ചോ കേക്കും അതുപോലെ തന്നെ ഒരു ടോൾ കേക്കും ആണ് ഉള്ളത്. ടോൾ കേക്ക് വൈറ്റ് ഫോറസ്റ്റ് ആണ്. അപ്പോൾ ഈ ഒരു കേക്ക് നമുക്കൊന്നും കൂടി ചൂടാറിയതിന് ശേഷം നമുക്കൊന്ന് ക്രം കോട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ജസ്റ്റ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ താഴെ ഈ 2 ടയറിന് 7 ഇഞ്ചും മേളിൽ 5 ഇഞ്ചുമാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കേക്കൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റി വെച്ചതിന് ശേഷം നമ്മളുടെ കേക്കിലേക്ക് ആവശ്യത്തിനുള്ള വിപ്പിംഗ് ക്രീം ഒന്ന് സ്റ്റാൻഡ് മിക്സറിൽ തന്നെ ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. വിപ്പിംഗ് ക്രീം ചെയ്തെടുക്കുമ്പോൾ ആദ്യം കുറവ് സ്പീഡിലിട്ട് ബീറ്റ് ചെയ്യുക, പിന്നെ കുറച്ച് കൂട്ടി കൊടുക്കുക. അങ്ങനെ കൂട്ടി കൊടുത്തിട്ട് വേണം നമ്മൾ ചെയ്യാനായിട്ട്. ആദ്യമേ തന്നെ ഫുൾ സ്പീഡിലിട്ട് ചെയ്യരുത്. അങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കേക്കിലേക്കൊക്കെ അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ പിന്നെ മെൽറ്റ് ആവാനുള്ള ചാൻസ് ഒക്കെ കൂടുതലാണ്. അപ്പോൾ നമ്മൾ ബീറ്റർ ഉപയോഗിച്ച് ചെയ്യുന്ന പോലെ തന്നെ സ്റ്റാൻഡ് മിക്സറിലും സ്പീഡൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കുറച്ചിട്ട് ചെയ്തിട്ട് വേണം പിന്നെ കൂട്ടി കൊടുക്കാനായിട്ട്. അപ്പോൾ നമ്മൾ കംപ്ലീറ്റ് വിപ്പിംഗ് ക്രീമൊക്കെ ഒന്ന് ബീറ്റ് ചെയ്ത് റെഡിയാക്കിയൊക്കെ എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് ക്രം കോട്ട് ചെയ്ത് തുടങ്ങാം. അപ്പോൾ ഫസ്റ്റ് ഞാൻ നമ്മളുടെ വൈറ്റ് ഫോറസ്റ്റ് കേക്കിന് വേണ്ട കേക്ക് ഒന്ന് ക്രം കോട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഷുഗർ സിറപ്പ്
നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ വെയിറ്റ് ചെയ്തതിന് ശേഷം പിന്നെ സ്പഞ്ചൊക്കെ വെച്ചു. നമ്മളിത് ക്രീമൊക്കെ അപ്ലൈ ചെയ്തിട്ട് അതേപോലെ മിൽക്ക് മെയ്ഡും പിന്നെ ചോക്ലേറ്റ് ചിപ്സൊക്കെ സെൻറ്ററിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാ ലെയറും ക്രം കോട്ട് ചെയ്യുന്നത് കാണിക്കുന്നില്ല. അപ്പോൾ ഈ ഒരു മെത്തേഡിൽ തന്നെയാണ് ഫുൾ ലെയറും നമ്മൾ ക്രം കോട്ട് ചെയ്തെടുക്കുന്നത് കേട്ടോ. അപ്പോൾ വൈറ്റ് ഫോറസ്റ്റ് കേക്ക് ക്രം കോട്ട് ചെയ്ത് നമ്മൾ ഫ്രിഡ്ജിൽ സെറ്റ് ആവാനായിട്ട് വെച്ചു. അടുത്തത് നമ്മുടെ വാൻജോ കേക്കാണ്. അപ്പോൾ ആദ്യം തന്നെ ചോക്ലേറ്റ് സ്പഞ്ച് വെച്ചിട്ട് നമ്മളൊന്ന് വെറ്റ് ചെയ്ത് കൊടുത്തു. അപ്പോൾ ചോക്ലേറ്റ് സ്പഞ്ച് വെക്കുമ്പോൾ നമ്മൾ വിപ്പിംഗ് ക്രീമിനകത്തേക്ക് കുറച്ച് ചോക്ലേറ്റ് ഗനാഷൊക്കെ ആഡ് ചെയ്തിട്ടുള്ള ക്രീമാണ് കൊടുക്കുന്നത്. എന്നിട്ട് പിന്നെ നമ്മൾ ലെയറിൽ ചോക്ലേറ്റ് ഗനാഷ് കൊടുക്കുന്നുണ്ട്. കുറച്ച് തിക്കായിട്ടുള്ള ഗനാഷ് തന്നെയാണ് കൊടുക്കുന്നത്. ഒരുപാട് അങ്ങോട്ട് ലൂസായിട്ടുള്ള ഗനാഷ് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ കേക്ക് ക്രം കോട്ട് ചെയ്യുമ്പോൾ സൈഡിൽ കൂടിയൊക്കെ അതിങ്ങനെ ഒഴുകി പോകും. അപ്പോൾ ഒരു ഇച്ചിരി കട്ടിയിൽ കൊടുക്കുന്നതാണ് എപ്പോഴും നല്ലത്. പിന്നെ നമ്മൾ ഈ ഒരു ഡാർക്ക് ചോക്ലേറ്റ് ചിപ്സൊക്കെ അപ്ലൈ ചെയ്യുന്നുണ്ട് കേട്ടോ. ഇനി അടുത്തത് നമ്മളുടെ വൈറ്റ് സ്പഞ്ചാണ്. വൈറ്റ് സ്പഞ്ച് വെക്കുമ്പോൾ നമ്മൾ വിപ്പിംഗ് ക്രീമിനകത്തേക്ക് വൈറ്റ് ചോക്ലേറ്റ് ഗനാഷ് ആഡ് ചെയ്തിട്ടുള്ള ഒരു ക്രീമാണ് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ അതേപോലെ മാറി മാറി തന്നെയാണ് കൊടുക്കുന്നത്. പിന്നെ ഇതിനകത്തേക്ക് വൈറ്റ് ചോക്ലേറ്റ് ചിപ്സാണ് ആഡ് ചെയ്യുന്നത്. പിന്നെ ചോക്ലേറ്റ് ചിപ്സിന് പകരം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചോക്ലേറ്റ്സ് ഗ്രേറ്റ് ചെയ്തിട്ടും ആഡ് ചെയ്യാം. പിന്നെ പല ഹോം ബേക്കേഴ്സും പല രീതിയിലും പല മെത്തേഡിലുമാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമ്മളുടെ കസ്റ്റമേഴ്സിന് കുറച്ചും കൂടി നല്ല ടേസ്റ്റിൽ നമുക്ക് എങ്ങനെ ചെയ്ത് കൊടുക്കാം ആ ഒരു രീതിയിൽ നമ്മൾ ചെയ്ത് കൊടുക്കാം. പിന്നെ നല്ല ടേസ്റ്റിലും അത്യാവശ്യം നല്ല ക്വാളിറ്റിയിലൊക്കെ നമ്മൾ ചെയ്ത് കൊടുക്കുമ്പോഴാണ് നമുക്ക് വീണ്ടും വീണ്ടും ഓർഡേഴ്സൊക്കെ കിട്ടുന്നത്. അപ്പോൾ എന്തായാലും നമ്മളുടെ കേക്കൊക്കെ ഒന്ന് കംപ്ലീറ്റ് ആയിട്ട് ക്രം കോട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഈ 2 ടയർ കേക്കിൻ്റെ മേളിൽ വരാനുള്ളത് 5 ഇഞ്ചിൻ്റെ ടിന്നിലാണ് ബേക്ക് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് ക്രം കോട്ട് ചെയ്യുന്നത് കാണിക്കുന്നില്ല, കാരണം സെയിം മെത്തേഡ് തന്നെയാണ് നമ്മൾ ആ കേക്കും ചെയ്യുന്നത്. അങ്ങനെ 2 കേക്കും നമ്മൾ ക്രം കോട്ട് ചെയ്തു ഫ്രിഡ്ജിൽ നന്നായിട്ടൊന്ന് സെറ്റ് ആവാനായിട്ട് വെക്കുന്നുണ്ട്. അപ്പോൾ ഇതിനിടയിൽ എനിക്കൊരു മാത്യൂസ് കേക്കിൻ്റെ ഓർഡർ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് മാത്യൂസ് കേക്ക് സെയിൽ ചെയ്യുന്നത്. വീട്ടിൽ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലും സെയിൽ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എൻ്റെ ഫ്രണ്ട് അവൾ പുറത്തായിരുന്നു. അപ്പോൾ നാട്ടിൽ വന്നപ്പോൾ എൻ്റെ അടുത്ത് നിന്ന് വാങ്ങിക്കുമോ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഓർഡർ ചെയ്തതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ കേക്ക് സ്പഞ്ചൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഇതുപോലെ ബട്ടർ ക്രീം ഫ്രോസ്റ്റിംഗ് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ നോർമൽ ചോക്ലേറ്റ് സ്പഞ്ച് ഉണ്ടാക്കുന്നതിലും കുറച്ച് ഡിഫറെൻ്റ് ആണ് ഈ ഒരു സ്പഞ്ച് റെഡിയാക്കാനായിട്ട്. അതിൻ്റെ വീഡിയോ എടുക്കാനായിട്ട് പറ്റിയില്ല കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മൾക്ക് 1/2 kg ഓർഡർ വന്നിട്ടുണ്ടായിരുന്നത്. ഞാൻ 8 ഇഞ്ചിൻ്റെ ടിന്നിലാണ് ബേക്ക് ചെയ്തെടുത്തത്. എന്നിട്ട് സൈഡ് ഒന്ന് ജസ്റ്റ് കട്ട് ചെയ്ത് ലെവലാക്കി എന്നിട്ടാണ് നമ്മൾ ഈ ഒരു ഫ്രോസ്റ്റിംഗ് കൊടുക്കുന്നത്. ഫ്രോസ്റ്റിങ്ങിനകത്തേക്ക് ബട്ടറും അതേപോലെ പൗഡർഡ് ഷുഗറും പിന്നെ കുറച്ച് വാനില എസൻസും കൂടി ആഡ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു ഫ്രോസ്റ്റിംഗ് റെഡിയാക്കിയിട്ടുണ്ടായിരുന്നത്. സംഭവം നല്ല ടേസ്റ്റി ആയിട്ടുള്ള കേക്കാണ് കേട്ടോ. പിന്നെ ഇതിൻ്റെ ഒറിജിൻ എന്ന് പറയുന്നത് നമ്മുടെ ട്രിവാൻഡ്രത്തുള്ള മാത്യൂസ് കേക്ക് തന്നെയാണ്. അവരുടെ ആ ഒരു സിഗ്നേച്ചർ റെസിപ്പിയും കാര്യങ്ങളൊക്കെ കുറച്ച് ഡിഫറെൻ്റ് ആയിരിക്കും, ടേസ്റ്റും കുറച്ച് ഡിഫറെൻ്റ് ആയിരിക്കും. ഇത് നമ്മളുടേതായ ഒരു വേർഷനിലുള്ള മാത്യൂസ് കേക്കാണ് കേട്ടോ. അപ്പോൾ ട്രിവാൻഡ്രത്തുള്ള മാത്യൂസ് കേക്ക് കഴിച്ചവരുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. എങ്ങനെയുണ്ടെന്നുള്ള അഭിപ്രായങ്ങളൊക്കെ ഒന്ന് അറിയിക്കാം. പിന്നെ നമ്മൾ ഈ ഒരു കേക്ക് ഇതേപോലെ ബട്ടർ പേപ്പർ ഉപയോഗിച്ചിട്ടാണ് പാക്ക് ചെയ്യുന്നത്. അത് വേറെ ഒന്നുമല്ല, നമ്മൾ ബട്ടർ അപ്ലൈ ചെയ്തേക്കുന്നത് കാരണം നമുക്ക് ഈ കേക്ക് പുറത്ത് വെക്കാനായിട്ട് പറ്റില്ല. പിന്നെ അതേപോലെ തന്നെ കേക്ക് വെറുതെ ഓപ്പൺ ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ചാൽ നമ്മുടെ ആ ഒരു സ്പഞ്ച് ഭയങ്കര ഡ്രൈ ആയി പോകും. അപ്പോൾ നല്ല സോഫ്റ്റ്നെസ്സോട് കൂടി തന്നെ കഴിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ ബട്ടർ പേപ്പറിൽ പാക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇത് നമുക്ക് കൊണ്ടുപോയി ഡെലിവറിയും കൂടി ചെയ്യണം. അപ്പോൾ 2 വീലറിനാണ് പോകാൻ പ്ലാൻ ചെയ്തത്. പക്ഷെ മഴ നല്ലൊരു പണിയാണ് തന്നത് കേട്ടോ. പിന്നെ അനിയത്തിനെയും കൂടി നമുക്ക് പിക്ക് ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ അത് കാരണം ഞങ്ങൾ കാറിനാണ് പോയത്. അങ്ങനെ ഡെലിവറി കഴിഞ്ഞിട്ട് തിരിച്ചു വന്നിട്ടോ. പിന്നെ നമുക്ക് ഈ ഒരു സ്പൈഡർമാൻ്റെ കേക്ക് കൂടി ഉണ്ടായിരുന്നു. നമ്മൾ നേരത്തെ ക്രം കോട്ട് ചെയ്ത് വെച്ച് നമ്മളുടെ വൈറ്റ് ഫോറസ്റ്റ് കേക്കായിരുന്നു കേട്ടോ. അപ്പോൾ അതിന് ഞാൻ ഫൈനൽ കോട്ട് ചെയ്ത് വെച്ചിട്ടാണ് നമ്മുടെ കേക്ക് ഡെലിവറി ചെയ്യാനായിട്ട് പോയിട്ടുണ്ടായിരുന്നത്. പിന്നെ വന്നിട്ട് ഇതുപോലെയുള്ളൊരു സ്റ്റിക്കറും അതുപോലെ ഫോക്സ് ബോൾസും കൂടി വെച്ചിട്ടോ. ഫോക്സ് ബോൾസ് ബ്ലൂ ആണ്, പക്ഷേ അത് ബ്ലാക്ക് ആയിട്ടാണ് തോന്നുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും കേക്ക് ഡിസൈൻ ചെയ്തു. പിന്നെ അടുത്തുണ്ടായിരുന്നത് നമ്മുടെ വാൻജോ കേക്ക്. അതും ഇതേപോലെ തന്നെ ഫൈനൽ കോട്ടൊക്കെ ചെയ്ത് വെച്ചിട്ട് വന്നതിന് ശേഷമാണ് ഡ്രിപ്പൊക്കെ കൊടുത്തത് കേട്ടോ. അപ്പോൾ മേളിലേക്ക് വെച്ചതിന് ശേഷമാണ് ഡ്രിപ്പ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നമ്മൾ ഇതേപോലെ സിമ്പിളായിട്ടുള്ളൊരു നോസിൽ ഡിസൈനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് കേക്കൊന്ന് ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് നമുക്കൊന്ന് എറണാകുളത്ത് പോകാനുണ്ടായിരുന്നു. അപ്പോൾ വേറൊന്നുമല്ല, ഇത് റെൻറ്റഡ് ഡ്രസ്സാണ് കേട്ടോ. അപ്പോൾ നമ്മളുടെ പള്ളിയിൽ പെരുന്നാളായത് കാരണം ഞാനും 2 അനിയത്തിമാരും കൂടി ഡാൻസ് ഒക്കെ കളിക്കാനായിട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് നമ്മളുടെ അവിടെ കറക്റ്റ് ഞങ്ങൾ വിചാരിച്ചൊരു ഡ്രസ്സൊന്നും കിട്ടാത്തതാണ് ഞങ്ങൾ എറണാകുളത്ത് പോയിട്ടാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നല്ല ഭംഗിയായിട്ടൊക്കെ ഞങ്ങൾക്ക് കളിക്കാൻ പറ്റി. പിന്നെ 6 മിനിറ്റിൻ്റെ വീഡിയോ ആയതുകൊണ്ട് നമുക്ക് ഫുള്ള് കാണിക്കാൻ പറ്റില്ലല്ലോ. പിന്നെ അതേപോലെ തന്നെ പാട്ടും പ്ലേ ചെയ്യാൻ പറ്റില്ല, നമുക്ക് വീഡിയോന് കോപ്പിറൈറ്റ് കിട്ടും. അപ്പോൾ അത് കാരണമാണ് ഞാൻ മ്യൂസിക് മ്യൂട്ട് ചെയ്തിട്ട് കാണിക്കുന്നത് കേട്ടോ. പിന്നെ ഞാൻ അതുപോലെ ഒരു സെക്കൻഡ് ഹാൻഡ് 2 വീലറും കൂടി നോക്കുന്നുണ്ടായിരുന്നു കേട്ടോ, നമ്മുടെ കേക്ക് ഡെലിവറിയും കാര്യങ്ങളൊക്കെ ചെയ്യാനൊക്കെ ആയിട്ട്.
അപ്പോൾ ഫ്രണ്ടിൽ കുറച്ച് സ്പേസ് കൂടുതലുള്ള ടൈപ്പാണ് നോക്കുന്നത്. കേക്കൊക്കെ ഡെലിവറി ചെയ്യാനായിട്ട് നമുക്ക് സ്പേസ് ഉണ്ടെങ്കിലേ പറ്റുള്ളൂ. അങ്ങനെ ചെന്ന് ഞങ്ങൾ നോക്കി, പക്ഷെ ഞങ്ങൾക്ക് ഓക്കെ ആയിരുന്നു. പിന്നെ അപ്പച്ചനെയും കൂടി കൊണ്ടുപോയിട്ട് ഒന്ന് ടെസ്റ്റ് ചെയ്തിട്ട് എടുക്കാമെന്നുള്ള പ്ലാനായിരുന്നു. അപ്പോൾ അപ്പയ്ക്ക് ചെറിയ എന്തോ ഒരു മിസ്സിങ് ഒക്കെ തോന്നി. അങ്ങനെ പിന്നെ നമ്മളത് ക്യാൻസൽ ചെയ്തു കേട്ടോ. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായത്തിൽ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള നല്ലൊരു വണ്ടി ഏതാണെന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മളുടെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഒരുപാട് പേര് കാണുന്നുണ്ട്, ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, നല്ല നല്ല കമൻസും കാര്യങ്ങളെല്ലാവരും അയക്കുന്നുണ്ട്. ഒരുപാട് സന്തോഷമുണ്ട്. ഇനിയും അതുപോലെ നമ്മളുടെ വീഡിയോസൊക്കെ ഇടുമ്പോൾ നിങ്ങളുടെ നല്ല നല്ല കമൻസുകളും ഫീഡ്ബാക്സുകളൊക്കെ അറിയിക്കാം. അങ്ങനെ പിന്നെ നമ്മൾ വൈകുന്നേരം പിള്ളേരൊക്കെ ആയിട്ട് ഒന്ന് ചെറായി ബീച്ചിലൊക്കെ പോയായിരുന്നു കേട്ടോ. അവർ കുറച്ച് ദിവസമായി ചെറായി ബീച്ചിൽ പോകണ കാര്യം പറയണത്. അങ്ങനെ നമ്മൾ അവരെയും കൊണ്ടുപോയിട്ട് ഒന്ന് ജസ്റ്റ് എൻജോയ് ചെയ്തിട്ട് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോകുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം കേട്ടോ. ടാറ്റാ.